ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ജോസ് ഡയറീസ്. അപ്പോൾ ഞാൻ പിന്നെയും വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം നമ്മൾ ബോഡി നായ്ക്കന്നൂർ കമ്പം തേനി തമിഴ്നാടൊന്ന് കാണാൻ പോവുകയാണ് ഗായ്സ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറുതായിട്ട് മധുര വരെയും പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ മൂന്നുപേരും, ഞാനും അച്ഛനും അമ്മയും മാത്രമാണ് പോകുന്നത്. എൻ്റെ അച്ഛനമ്മയും നേരത്തെ അവിടെയായിരുന്നു. സോ ഇപ്പം അവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ് ഗുയ്സ്. നമ്മളൊരു വീട്ടിൽ നിന്ന് 2 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. നമ്മളെപ്പോൾ പോയതാണെന്നറിയാം, വീഡിയോ ഇപ്പോൾ ഇടുന്നത്. ബൈ ദ ബൈ, ഈ വീഡിയോ എടുത്തിരിക്കുന്നത് എൻ്റെ അമ്മയാണ്. സോ താങ്ക് യു. എനിക്ക് വോയിസ് മാത്രം കൊടുത്താൽ മതി, അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മൾ കാര്യത്തിൽ നിന്ന് മാറിപ്പോയി. നമ്മൾ 2 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ എത്തി. അവിടെ നമ്മൾ ബോഡിമെറ്റിലെത്തിയിട്ട് ചെറിയ കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോയൊരു വ്യൂ പോയിന്റിൽ. എടാ മോനെ, സീൻ ഒന്നും പറയാനില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സൺറൈസ്. മറ്റേ സൂര്യൻ്റെ ചുമന്നിരിക്കുന്ന ആ കളറ് കണ്ടിട്ട് വാ, എന്താ രസം. പല ടൈപ്പിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും. എനിക്കാണെങ്കിൽ തണുത്തിട്ട് ഞാൻ കാറിലിരിക്കുന്ന ടവലൊക്കെ എടുത്ത് പുറത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി ഫോട്ടോ എടുത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നായ്ക്കന്നൂരിലേക്ക്, നമ്മൾ സൺറൈസിൻ്റെ വ്യൂ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബോഡി നായ്ക്കന്നൂരിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങുമ്പോൾ 17 ഹെയർ പിൻ വളവുണ്ട്. ആ 17 ഹെയർ പിൻ വളവ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബോഡി നായ്ക്കന്നൂരിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതൊരു അടിപൊളിയായിരുന്നു. പറഞ്ഞാൽ നമ്മൾ ഓരോ ഹെയർ പിൻ വളവ് ഇറങ്ങുമ്പോഴും ഓരോരോ ടൈപ്പ് വ്യത്യസ്തം, ഒന്നും ഒരേപോലെ അല്ല. വ്യൂയുടെ മോൻ നീ കാണണം, അത് സീൻ ഹെയർ പിൻ വളവ്, ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഇടയിൽ കൂടെ ഓ മൈ ഗോഡ്, എന്താ രസം, സീൻ വ്യൂ ആയിരുന്നു. നമ്മളിങ്ങനെ കാടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വന്നിട്ട് അച്ഛൻ തകർക്കായിരുന്നു വണ്ടി ഓടിച്ചിട്ട്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ അമ്മ അച്ഛനും കൂടെ പറഞ്ഞു, ഇത് ഏതോ സിനിമയിലൊക്കെ വന്നിട്ടുള്ള കല്ലാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി, ഞാനും അമ്മ മാത്രമേ ഇറങ്ങുള്ളൂ. ഇറങ്ങി വീഡിയോ എടുത്തു, അമ്മയ്ക്കൊരു ഫോട്ടോയൊക്കെ എടുത്തു. അമ്മയ്ക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും തുടർന്നു നമ്മുടെ യാത്ര. പോകാനുള്ള തൊരയിൽ ഇങ്ങനെ നിൽക്കുമല്ലേ. അപ്പോൾ നോക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ്സൊക്കെ വരുന്നുണ്ട്. KSRTC ബസ്സിനെയൊക്കെ കണ്ടു. കുറേ ആൾക്കാർ പോകുന്നുണ്ട് ഈ വഴി കൂടെ. നല്ല രസമാണ് ഈ വഴി കൂടെ പോകാനായിട്ട്. എന്തൊരു പ്രത്യേക ഭംഗി. ഇടയ്ക്കിടയ്ക്ക് ആ മരത്തിൻ്റെയൊക്കെ ഇടയിൽ കൂടി ഇങ്ങനെ സൂര്യൻ തലയിട്ട് നോക്കുമ്പോൾ സൂര്യൻ എത്തി നോക്കുന്ന പോലത്തെ ഒരു ഫീലൊക്കെയാണ് നമുക്ക്. നല്ല അടിപൊളിയാണ്. നമ്മുടെ കാറിൻ്റെ വിൻഡോസ് ഒക്കെ തുറന്നിട്ട് നമ്മുടെ AC-യെക്കാളും ഭയങ്കര തണുപ്പാണ്. അത്രയ്ക്ക് പറയാലോ, അത്രയ്ക്ക് നല്ല രസമാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ 2-3 ജാക്കറ്റൊക്കെ വലിച്ച് കെട്ടി വേണം ഇറങ്ങാനായിട്ട്. അത്രയ്ക്കും തണുപ്പാണ്. ഒന്നും പറയില്ല, അടിപൊളി ഒരു സ്ഥലമാണ്.
ഇറങ്ങിയിട്ട് പിന്നെ നിരപ്പായിട്ടുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോയേ? ബോഡി നായ്ക്കന്നൂരിലേക്ക് പോയി. അപ്പം അത്രയാണ് ഗോയ്സ് നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ്. ഇനി അടുത്ത പാർട്ട് ഉടനെ ഉണ്ടാകും, കാരണം എൻ്റെ അമ്മയാണല്ലോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വേഗം വേഗം എല്ലാം വരേക്ക് വോയിസ് മാത്രം കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം. ഉറപ്പായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് എനിക്കറിയാം, എന്തായാലും ഞാൻ ചുമ്മാ അങ്ങ് പറയുക, വെയിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. കമ്പം, തേനി, ബോഡി നായ്ക്കന്നൂർ, മധുര, ഇവിടെയൊക്കെ കാഴ്ചകൾ കാണിച്ചു തരാനായിട്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അതുവരേക്കും നിങ്ങൾ ഈ വ്ളോഗ് കണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ബെല്ലൈക്കൺ വെറുതെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബെല്ലൈക്കൺ ഒരു വിഷമം തോന്നത്തില്ല, ബെല്ലൈക്കൺ കൂടെ അങ്ങനെ. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.